ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ കണ്ട ഓരോ വചനഭാഗങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ഉൾക്കൊള്ളാം. പ്രത്യേകിച്ച് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഒരു വചനഭാഗമാണ് നമ്മൾ കണ്ടത്. പുരോഹിതനെ അഭിഷേകം ചെയ്ത ക്രമം പുറപ്പാടിൻ്റെ പുസ്തകം 28-29 അധ്യായങ്ങളിലും ലേവ്യരുടെ പുസ്തകം 8-9 അധ്യായങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പുരോഹിതൻ്റെ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം പറയുന്നത് ഒറ്റ കാര്യമാണ്. എന്തിനാ പുരോഹിതൻ വിശുദ്ധിയുള്ളവനായിട്ട് മാറേണ്ടത്? എന്തിനാ പുരോഹിതൻ ദൈവമഹത്വമുള്ളവനായിട്ട് മാറേണ്ടത്? എന്തിനാണ് പുരോഹിതൻ മഹിമയും അഴകുമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക? കാരണം കർത്താവ് പരിശുദ്ധനാണ്, അതിനാൽ നീയും പരിശുദ്ധനായിരിക്കുക. ഓരോ വിളിയാണ് പൗരോഹിത്യത്തിലേക്കുള്ള വിളിയിൽ ദൈവമായ കർത്താവ് പറഞ്ഞ് നീ പരിശുദ്ധനായിരിക്കുക. ഈ ഒരു ചിന്തയാണ് പ്രധാനമായിട്ടും നമ്മളിലേക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ പുരോഹിതൻ്റെ പരിശുദ്ധിയും പൗരോഹിത്യത്തിൻ്റെ ഈ ശ്രേഷ്ഠതയും ഒക്കെ ലേവ്യരുടെ പുസ്തകത്തിലെ നിയമങ്ങളുമായിട്ട് ഒട്ടേറെ ബന്ധമുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 17 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലേവ്യരുടെ നിയമസംഹിത എന്ന് പറയുന്ന പുസ്തകം, അത് ഓരോ വ്യക്തികളെയും ഓരോ സമൂഹങ്ങളെയും ഒക്കെ വിശുദ്ധീകരിക്കുന്നതാണെങ്കിൽ അതിനോട് ചേർന്ന ഒരു വിശുദ്ധീകരണത്തിൻ്റെ കർമ്മമാണ് ഈ 8-9 അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പുരോഹിതൻ്റെ വസ്ത്രം ധരിപ്പിക്കൽ, പുരോഹിതൻ്റെ അഭിഷേകം, ഇതെല്ലാം ആണ് ഒന്നാമത്തെ ദിവസം നടക്കുന്നതെങ്കിൽ ആ ഒന്നാമത്തെ ദിവസത്തോടു കൂടി ചില ബലികൾ നടക്കുന്നുണ്ട്. ആ ബലിയർപ്പണത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും പുരോഹിതൻ്റെ അഭിഷേക കർമ്മത്തിൽ ദഹനബലിയുണ്ട്, പാപപരിഹാര ബലിയുണ്ട്, ധാന്യബലിയുണ്ട്, സമാധാന ബലിയുണ്ട്. 4 ബലികളാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന ബലിയർപ്പണം എന്ന് പറയുക. എന്തിനാണ് പാപപരിഹാര ബലി, എന്തിനാണ് ദഹനബലി, എങ്ങനെയാണ് ദഹനം, ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനാൽ തന്നെ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനിയുള്ള ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് ഭാഗങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്ന് വിശ്വസിക്കുകയാണ്. അഹ്റോനെയും പുത്രന്മാരെയും പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്തതിന് ശേഷം മോശ പാപപരിഹാര ബലിക്കുള്ള കാളയെ കൊണ്ടുവരുന്നു. ഇവിടെ മോശയാണ് കർമ്മം നടത്തുന്നത്, പരികർമ്മിയായിട്ട് നിൽക്കുന്നത് മോശയാണ്. കാരണം ഇത് പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ മറ്റൊരു തലമാണ്. ഒന്നാമതായിട്ട് നമ്മൾ 3 രീതിയിൽ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തെ നമുക്ക് കാണാൻ പറ്റണം. പ്രത്യേകിച്ച് 8-ാമത്തെ അധ്യായം ഒന്നാമത്തെ ലെവലെന്ന് പറയുന്നത് പുരോഹിതന് വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. അതൊരു അഭിഷേകത്തിൻ്റെ ഒന്നാമത്തെ തലമാണ്. 2-ാമത്തെ തലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഹിതനെ അഭിഷേചിക്കുക. അഭിഷേകം ബലിപീഠത്തെയും കൂടാരത്തെയും ബലിവസ്തുവിനെയും ബലിപീഠത്തെ അഭിഷേചിച്ച് അതേ തൈലം കൊണ്ട് പുരോഹിതനെയും അഭിഷേചിക്കുക. അതാണ് 2-ാമത്. 3-ാമത്തേത് ബലിയർപ്പിക്കുക. അത് പുരോഹിതനല്ല ബലിയർപ്പിക്കുക. അഭിഷേകം ചെയ്ത പുരോഹിതനല്ല ബലിയർപ്പണം നടത്തേണ്ടത്. അതിന് ബലിയർപ്പണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് മോശ തന്നെയാണ്. മോശ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ബലിവസ്തുവിനെ കൊണ്ടുവരുന്നു, അല്ലേ? കാളയെ കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും, പാപപരിഹാര ബലിയാണ്, അഹ്റോനും പുത്രന്മാരും ആ കാളയുടെ മുകളിലേക്ക് തൻ്റെ കൈകൾ വെച്ച് പാപങ്ങളെല്ലാം ആവാഹിക്കുന്നു. അങ്ങനെ മോശ അതിനെ കൊന്ന് രക്തമെടുത്ത് അത് വിരൽ മുക്കി ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ബലിപീഠം ശുദ്ധീകരിച്ചു. ബാക്കി രക്തം ബലിപീഠത്തിൽ ചുവട്ടിലൊഴിച്ചു. ബലിപീഠം ശുദ്ധീകരിച്ച് ആ പരിഹാര കർമ്മത്തിൽ സജ്ജമാക്കി. എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പാപപരിഹാര ബലിയോട് ചേർത്ത് വെച്ചു. 2-ാമത്തെ ബലിയാണ് ദഹനബലി. അതാണ് 2-ാമത്തെ ബലി. അത് 18 മുതലുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നു. ദഹനബലിക്കുള്ള മുട്ടാടിനെ അവൻ കൊണ്ടുവന്നു. മോശ കൊണ്ടുവരുന്നു. അഹ്റോനും പുത്രന്മാരെ തലയിൽ കൈവച്ചു. മോശ അതിനെ കൊന്ന് രക്തം എടുത്ത് ബലിപീഠത്തെ ചുറ്റുമൊഴിച്ചു. ബാക്കി ഭാഗങ്ങളെല്ലാം ദഹനബലിയെടുത്തതുപോലെ തന്നെ. 3-ാമത്തെ ബലിയർപ്പണത്തിന് വേണ്ടിയിട്ട് വീണ്ടും വേറൊരു മുട്ടാടിനെ കൊണ്ടുവരികയാണ്. മുട്ടാടിനെ കൊണ്ടുവന്നു. അഹ്റോനും പുത്രന്മാരും അതിൻ്റെ അതിന് പ്രത്യേക 2-ാമത്തെ ബലി, ആ ദഹനബലിക്കുള്ള
രണ്ടാമത്തെ മുട്ടാടിനെ കൊണ്ടുവരുമ്പോൾ ചില പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ പ്രത്യേകതകൾ പോലെയല്ല രണ്ടാമത്തെ പ്രത്യേകത. അതിലെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അഹ്റോനും പുത്രന്മാരെല്ലാം ആദ്യത്തെ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് 24-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. പിന്നീട് അഹ്റോന്റെ പുത്രന്മാരെ അടുക്കൽ വരുത്തി കുറച്ച് രക്തം ഓരോരുത്തരുടെയും വലത് ചെവിയുടെ അഗ്രത്തിലും വലത് കൈയുടെ തള്ളവിരലിലും വലത് കാലിൻ്റെ പെരുവിരലിലും ശേഷിച്ച രക്തം ബലിപീഠത്തിൻ്റെ ചുറ്റിലും ഒഴിച്ചു. എന്തിനാ ഇതൊക്കെ ചെയ്തത്? വലത് ചെവി, വലത് കൈയുടെ അഗ്രം, അതുപോലെ വലത് കാൽ വിരലിൻ്റെ അഗ്രം. ഇത് വലത് സൂചിപ്പിക്കുന്നത് ശക്തിയുടെ പ്രതീകമാണ്. ഇവനെ എല്ലാവിധത്തിലുള്ള ശക്തിയിലേക്കും ഇവനെ പ്രവേശിപ്പിക്കുകയാണ്. അവൻ്റെ വലത് ചെവി യഥാർത്ഥത്തിൽ ദൈവിക കാര്യങ്ങൾ കേൾക്കാൻ തക്ക വിധം അവനെ ശക്തിപ്പെടുത്തുകയാണ്. അവൻ്റെ വലത് കരത്തിൽ അവൻ്റെ ശക്തി സൂചിപ്പിക്കുക, അവൻ്റെ വലത് കർമ്മങ്ങൾ ചെയ്യാൻ, നല്ലത് നടപ്പിലാക്കാനുള്ള, നല്ല നിലത്ത് യാത്ര ചെയ്യാനുള്ള ഒരു കഴിവ്. ഇത് പുരോഹിതൻ്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന രംഗമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ, ആ പ്രാർത്ഥന പ്രത്യേകിച്ച് കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് നമ്മൾ സമൂഹം ചെല്ലുന്നൊരു പ്രാർത്ഥന, കർത്താവെ ഞങ്ങളുടെ കൈകളെ നീ വിശുദ്ധമാക്കണമേ, വിശുദ്ധ സ്ഥലത്ത് യാത്ര ചെയ്യുവാൻ ഞങ്ങളുടെ കാലുകളെ നീ വിശുദ്ധീകരിക്കണമേ, സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കണമേ. നമ്മൾ ചെല്ലുന്ന ഈ പ്രാർത്ഥന വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം നമ്മളുടെ സമൂലമായിട്ടുള്ള വിശുദ്ധീകരണമാണ് പ്രധാനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതേ രീതിയിൽ ഒരു പുരോഹിതനെ, അഹ്റോന്റെ മക്കളെ വിശുദ്ധീകരിക്കുന്ന രംഗമാണ് വലത് ചെവിയിലും വലത് കാലിലും വലത് കൈയിലും ദഹനബലിക്കുള്ള കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടി അതിനെ വിശുദ്ധീകരിക്കുന്നു. 4-ാമത്തെ ബലിയർപ്പണമാണ് ധാന്യബലി. അപ്പം ഇരിക്കുന്ന കുട്ടയിൽ നിന്ന് ഒരപ്പം, എണ്ണ ചേർത്ത ഒരപ്പവും ഒരടയും എടുത്ത് മേധസ്സിന്മേലും വലത്തെ കുറുവിന്മേലും വച്ചു. എന്നിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ ഈ പുരോഹിതൻ്റെ ധാന്യബലി ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അവസാനം ഇതിന് പറയുകയാണ്, ഇതെല്ലാം ഈ 7 ദിവസം കൊണ്ട് ഈ ബലിയർപ്പണം പൂർത്തിയാക്കും. എന്നിട്ട് ബലിവസ്തുവിന് അഭിഷേക തൈലവും ദഹനബലി നിന്ന് കിട്ടിയിരിക്കുന്ന ബലിയർപ്പണ വസ്തുവിൻ്റെ രക്തവും എടുത്താണ് പ്രധാനമായിട്ടും ഈ വ്യക്തികളെ അഭിഷേകം ചെയ്യുന്നത്. അഹ്റോനെയും അഹ്റോൻ്റെ മക്കളെയും ഒക്കെ അഭിഷേകം ചെയ്യുന്നത് അതുവഴിയായിട്ടാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ദഹനബലിക്ക് ഉപയോഗിച്ചിരിക്കുന്ന രക്തമെടുത്തും അഭിഷേകവും എടുത്ത് ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ദൈവത്തിന് സുരഭിലമായ കാഴ്ചകളാണ് ബലിയർപ്പണത്തിലൂടെ നമ്മൾ കാണുന്നത്. ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതാണ് ബലിയർപ്പണത്തിൻ്റെ പ്രത്യേകത. അതിനാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് മുമ്പിൽ സുരഭില കാഴ്ചകൾ അർപ്പിക്കാൻ വേണ്ടി ദൈവം അഭിഷേകം ചെയ്ത വ്യക്തികളെയാണ് പുരോഹിതനായിട്ട് കരുതേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നതാണ് ഈ ഭാഗം. അതുകൊണ്ട് 2 കാര്യങ്ങൾ, അഭിഷേക തൈലം ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ രക്തമെടുത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് പുരോഹിതൻ്റെ അഭിഷേകത്തിൽ ഉപയോഗിക്കുക. ഇങ്ങനെയാണ് പുരോഹിതൻ 7 ദിവസം പ്രധാനമായിട്ടും അഭിഷേകത്തിലൂടെ കടന്നു വരുന്നത്. 8-ാമത്തെ ദിവസത്തെക്കുറിച്ചാണ് 9-ാം അധ്യായം പറയുക. 8-ാമത്തെ ദിവസം പുരോഹിതൻ തന്നെ ആദ്യത്തെ ബലി അർപ്പിക്കാൻ പോവുകയാണ്. പുരോഹിതൻ തന്നെ ആദ്യത്തെ ബലി അർപ്പിക്കാൻ. ഇവിടെ മോശയല്ല ബലിവസ്തുവിനെ കൊണ്ടുവരുന്നത്, മോശയല്ല ബലിപീഠത്തിലേക്ക് വരുന്നത്, അഹ്റോന്റെ പുത്രന്മാരുമാണ്. അതുകൊണ്ട് ആദ്യത്തെ ബലിയർപ്പണത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട്. എന്തിനാണ് 8-ാമത്തെ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുക? 7 ദിവസമേ ഉള്ളൂ, 8-ാമത്തെ ദിവസം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് പ്രത്യേകതയുണ്ട്. 8-ാമത്തെ ദിവസം ഒരു പുതിയ സൃഷ്ടിയുടെ ദിവസമാണ്. പ്രത്യേകമായിട്ട് യഹൂദരുടെ പശ്ചാത്തലത്തിൽ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 8-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ദൈവം ആദത്തെയും ഹൗവായും സൃഷ്ടിച്ച ദിവസമാണെന്നാണ് 8-ാമത്തെ ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ദിവസമാണ്, ഒരു പുതിയ സൃഷ്ടിയുടെ ദിവസമാണ്. ആ സൃഷ്ടിയാണ് പൗരോഹിത്യത്തിലൂടെ കടന്നു വരുന്ന ഒരു അനുഭവം. സർക്കംസിഷൻ അല്ലെങ്കിൽ പരിച്ഛേദനം നടത്തി കഴിയുമ്പോൾ പരിച്ഛേദനം എത്ര ദിവസം നടത്തണമെന്നാണ് നിശ്ചയിക്കുന്നത്. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ 8-ാം ദിവസം നീ അവനെ പരിച്ഛേദനം ചെയ്യണമെന്നാണ് പറയുന്നത്. ആ 8 ദിവസത്തിൻ്റെ പ്രാധാന്യം പൗരോഹിത്യത്തിൻ്റെ
പ്രഘോഷണത്തെ സംബന്ധിക്കുന്ന പ്രാധാന്യമാണ്. ഒരു പുരോഹിതനായിട്ട് പ്രഘോഷിക്കപ്പെടുന്നത് 8-ാം ദിവസമായതിനാലാണ് ഈ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ കാണുന്നത്. ആദ്യ ബലി അർപ്പിക്കുകയാണ്. പാപപരിഹാര ബലി ഉണ്ട്, സമാധാന ബലിയുണ്ട്, ഒത്തിരി ബലികൾ അർപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ബലിയാണ് 8-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. 9-ാം അധ്യായം 8-ാം വാക്യം. അഹറോൻ ബലിപീഠത്തെ സമീപിച്ച് തൻ്റെ പാപപരിഹാരക്കുള്ള ബലിക്കുള്ള കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുന്നു. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോശയല്ല ബലി അർപ്പിക്കുന്നത്, മറിച്ച് അഹറോനാണ് ബലി അർപ്പിക്കുന്നത്. ആദ്യത്തെ ബലി അർപ്പണം നടത്തുകയാണ് 8-ാമത്തെ ദിവസം. രണ്ടാമതായിട്ട് കാണുന്നത് 12-ാമത്തെ വാക്യത്തിൽ അഹറോൻ ദഹനബലിക്കുള്ള മൃഗത്തെയും കൊന്നു. നോക്കി, 2 ബലികൾ, പാപപരിഹാര ബലിയുണ്ട്, ദഹന ബലിയുണ്ട്. മൂന്നാമത്തേതാണ് 15-ാമത്തെ വാക്യം. അത് വളരെ രസകരമാണ്. അതിനുശേഷം അവൻ ജനങ്ങളുടെ കാഴ്ച സമർപ്പിച്ചു. അതായത് അതിനെയാണ് നീരാജനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീരാജനം, ജനങ്ങളുടെ കാഴ്ച സമർപ്പിച്ചു. പാപപരിഹാര ബലിയുടെ സമയത്തും ദഹന ബലിക്കും ഒക്കെ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ സമർപ്പിച്ച ബലിവസ്തുക്കളുടെ മേധസ്സും അതുപോലെ തന്നെ പുരോഹിതനുള്ള കാഴ്ചകൾ ജനങ്ങൾ കൊണ്ടുവരുന്നു. ആ കാഴ്ചകൾ ജനങ്ങൾ കൊണ്ടുവന്ന് പുരോഹിതന്റെ കൈകളിലേക്ക് സ്വീകരിക്കുന്നു. പുരോഹിതൻ ആ കാഴ്ചകളെ സ്വർഗത്തിലേക്കും മുകളിലേക്കും താഴേക്കും വലതും ഇടത്തും കുരിശാകൃതിയിൽ അതിനെ ആശീർവദിക്കുന്നു. അതിനുശേഷം അത് സമർപ്പിക്കുന്നു. ഇതിൻ്റെ അവസാനമാണ് പുരോഹിതന്റെ ആശീർവാദം നടക്കുന്നത്. അതാണ് 22-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അഹറോൻ ജനത്തിന് നേരെ കൈകൾ ഉയർത്തി ആശീർവദിച്ചു. അങ്ങനെയാണ് പാപപരിഹാര ബലിയും ദഹനബലിയും സമാധാനം അർപ്പിച്ചതിന് ശേഷം അവൻ ഇറങ്ങി വന്നു. മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു. പുറത്ത് ഇറങ്ങി വന്ന് അവർ ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം ജനത്തിന് മുമ്പിൽ പ്രത്യക്ഷനായി. നോക്കിക്കേ, ഇങ്ങനെയാണ് പുരോഹിതന്റെ ജോലി, പുരോഹിതന്റെ അഭിഷേകവും പൗരോഹിത്യത്തിൻ്റെ ആദ്യത്തെ ദിവസവും നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ പൗരോഹിതനായിട്ട് കഴിഞ്ഞപ്പോൾ 8-ാമത്തെ ദിവസം പ്രത്യേകമായിട്ട് 8-ാമത്തെ ദിവസം പുരോഹിതൻ പ്രധാനമായിട്ട് കാണുന്നത് ബലിയർപ്പകനായിട്ടാണ്. ബലിയർപ്പണം മാത്രമല്ല, നീരാജനം സ്വീകരിച്ച് ജനത്തിൻ്റെ കാഴ്ച സ്വീകരിച്ച് പിതാവായ ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ച് അതിനുശേഷം ജനത്തെ ആശീർവദിച്ച് മുന്നോട്ട് പോകുന്ന രംഗമാണ് കാണുന്നത്. ആ ജനത്തിൻ്റെ ആശീർവാദമാണ് സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന പുരോഹിതന്റെ ആശീർവാദം. അത് ഇപ്രകാരമാണ്: יברכך אדוני וישמרך, יאר אדוני פניו אליך ויחונך, יישא אדוני פניו אליך וישם לך shalom. May the Lord bless you and keep you, and may he shine his face towards you and be gracious to you. May he lift up his countenance towards you, and may he give you peace. Shalom. അതായത് ഇങ്ങനെയാണ് പറയുന്നത്. 24-ാമത്തെ വാക്യം, കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇങ്ങനെ പറഞ്ഞു: കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ കാണുന്ന അഹറോന്റെ ആശീർവാദ പ്രാർത്ഥന. ഈ ആശീർവാദ പ്രാർത്ഥനയോട് കൂടിയാണ് ഒരു ഭാഗം അവസാനിക്കുന്നത്. പുരോഹിതന്റെ ധർമ്മത്തെക്കുറിച്ചുള്ള ഭാഗം അവസാനിക്കുന്നത്. ഇവിടെ പൗരോഹിത്യത്തെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. പൗരോഹിത്യത്തിൻ്റെ സമാപനം ഈ ആശീർവാദ കർമ്മത്തോടുകൂടി പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ മഹത്വം ജനങ്ങളുടെ മേലും പൗരോഹിത്യത്തിൻ്റെ മേലും ഇറങ്ങി വരുന്ന ഈ സമയത്ത് ജനം മുഴുവൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. തൊട്ടടുത്ത് വരുന്ന അധ്യായം വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. അവിടെ ഇതാ നാദാബും അബീഹുവും കർത്താവിൻ്റെ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് അനിഷ്ടമായത് ബലിപീഠത്തിൽ കാഴ്ചവെക്കുന്നു. ബലിപീഠത്തിൻ്റെ അനുഭവത്തെ അവർ ശൂന്യമാക്കുന്നു. ബലിവസ്തുക്കളുടെ തെരഞ്ഞെടുപ്പിനെ അവർ വികലമാക്കുന്നു. അതുപോലെ തന്നെ ബലിയർപ്പണത്തിന് ശ്രേഷ്ഠത നശിപ്പിക്കപ്പെടുന്നു. ഇതനുസരിച്ച് കർത്താവിൻ്റെ ക്രോധം അവരുടെ മേലെ ഉണ്ടാകുന്നു. അങ്ങനെയാണ് നാദാബും അബീഹുവും കർത്താവിൻ്റെ മുമ്പിൽ
മരിച്ചു വീഴുന്നു. കർത്താവ് അരുളിച്ചെയ്തു, നിന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും. കർത്താവിൻ്റെ പരിശുദ്ധിയെ നിരാകരിക്കുന്ന നാദാബിനെയും അബീഹുവിനെയും മരണത്തിലേക്ക് കൊണ്ടുപോയി സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചു. അവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ വേണ്ടി മോശ ഒരുക്കിയിരുന്ന കരുതി വെച്ചിരുന്ന ഒരു കോലാടിനെ പോലും അവർ ഉപയോഗശൂന്യമാക്കി മാറ്റി. ഇപ്രകാരം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തതുകൊണ്ട് അവർക്ക് വേണ്ടി മോശ ഒരു പാപപരിഹാര ബലി സമർപ്പിക്കുന്നു. അതാണ് 16-ാമത്തെ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുന്നത്. ഇതോടുകൂടി ആദ്യത്തെ ഭാഗം അവസാനിച്ചു. ഇനി രണ്ടാമത്തെ ഭാഗം ലേവ്യരുടെ നിയമസംഹിതകളെക്കുറിച്ചുള്ള ഭാഗമാണ്. ഇതിനെക്കുറിച്ചാണ് 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളും അതുപോലെ തന്നെ 17 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളും പ്രതിപാദിച്ചിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്കാണ് പാപപരിഹാര ബലിയെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണുക. എന്താണ് പാപപരിഹാര ബലി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ യോം കിപ്പൂർ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. യോം കിപ്പൂർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. യോം ഡേ, കിപ്പൂർ അറ്റോൺമെൻറ്റ്, ഡേ ഓഫ് പാപപരിഹാര ദിനത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഈ ദിനത്തിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ്. പുതുവർഷത്തിന് ശേഷം 10 ദിവസമാണ്, യഥാർത്ഥത്തിൽ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ആചരിക്കുന്ന തിരുനാളാണ് യോം കിപ്പൂർ അല്ലെങ്കിൽ പാപപരിഹാര ദിനം എന്ന അതിശ്രേഷ്ഠമായ തിരുനാൾ. ഈ തിരുനാളിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, അതിൻ്റെ സാങ്കത്യം ഇതാണ്: ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ മോചിക്കാൻ പാപങ്ങളെല്ലാം മോചിച്ച് ഇസ്രായേൽ ജനത്തെ വിശുദ്ധീകരിക്കുന്ന തിരുനാളാണ്. അതുകൊണ്ട് അവർ അന്നത്തെ ദിവസം വെള്ള വസ്ത്രം ധരിക്കും. അന്നും ഇന്നും അവർ ചെയ്തിരുന്ന കർമ്മമാണ്. ഈ പുതുവർഷത്തിനും യോം കിപ്പൂർ ആകുന്ന 10 ദിവസത്തിന് ശേഷം കടന്നു വരുന്ന ദിവസത്തിനിടയിലുള്ള ദിവസങ്ങൾ പ്രധാനമായിട്ടും അവർ പരസ്പരം പാപങ്ങൾ ക്ഷമിച്ച പാപങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ അവർ സമർപ്പിക്കുകയും ദൈവം അവസാനം അവർക്ക് പാപങ്ങൾ മോചിക്കുന്ന ഒരു അനുഭവം കൂടിയാണ് യോം കിപ്പൂറിലൂടെ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഇതിൻ്റെ സമാപനത്തിലാണ് പ്രധാന പുരോഹിതൻ ഇസ്രായേലിൻ്റെ പാപങ്ങളെല്ലാം ഒരു ആട്ടുംകുട്ടിയെ കൊന്ന് അതിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ രക്തമെടുത്ത് വിശുദ്ധ സ്ഥലത്ത് തളിക്കുന്നത്. ആ തളിക്കുന്നതിലൂടെ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു കർമ്മമാണ് പ്രധാനമായിട്ടും ഈ പാപപരിഹാര ദിനത്തിലൂടെ കാണുക. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് ലഭ്യമാകും. തുടർന്ന് വരുന്ന ഭാഗങ്ങൾ ഇനിയുള്ളത് ഇതെങ്ങനെയാണ് പാപപരിഹാര ദിനം അന്ന് നടത്തിയിരുന്നത്, ഇന്ന് അതിൻ്റെ പ്രസക്തി എന്താണ്, ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ അടുത്ത എപ്പിസോഡിലൂടെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രധാനമായിട്ടും ലേവ്യരുടെ നിയമസംഹിതയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കണ്ട കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളുടെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമായ ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവം പരിശുദ്ധനായതുപോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന് പറയുന്ന കർത്താവിൻ്റെ ആഹ്വാനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മളെ കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സമാപിപ്പിക്കാം. നമ്മുടെ വചനഭാഗത്തെ നമുക്ക് കൂടുതലായിട്ട് വായിച്ച് അതിൽ ആഴപ്പെട്ടുകൊണ്ട് കൂടുതൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.